കൃഷ്ണോ രക്ഷതു മാം ചരാചരഗുരും കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃത് കൃഷ്ണായ ദത്തം മന. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ. ഹേ കൃഷ്ണ തുഭ്യം നമഃ. സർവത്ര പരിപൂർണമാകിയ പരബ്രഹ്മം സർവദാ മമ ഹൃദി തെളിഞ്ഞു വിളങ്ങുവാൻ സർവാത്മാവായി സർവസാക്ഷിയും താനായി നിൽക്കും നിർവാണപദത്തിനായിക്കൊണ്ടിതാ വണങ്ങുന്നേൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. അമ്മേ നാരായണ. ശ്രീമൻ നാരായണീയ മഹോത്സവത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഈശ്വര സ്വരൂപികളായിട്ട് തന്നെ കണ്ടുകൊണ്ട് നമസ്കരിക്കുന്നു. സർവജ്ഞനും സർവശക്തനും സർവവ്യാപിയുമായ സർവേശ്വരൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശ്വര അനുഗ്രഹ ദേവ പുംസാം അദ്വൈതവാസന എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഈശ്വരൻ്റെ അനുഗ്രഹം ഉള്ളവർക്ക് മാത്രമേ ഈശ്വരനെ സ്തുതിക്കണം, ഈശ്വരനെ വന്ദിക്കണം, ഈശ്വരനെ പൂജിക്കണം, ഈശ്വരനെ അറിയണം എന്ന മോഹം ജനിക്കുകയുള്ളൂ. ഇപ്പം നമ്മളെല്ലാവരും ഇവിടെ നാരായണീയ പാരായണം ചെയ്യാൻ, നാരായണീയ പാരായണം കേൾക്കാൻ, നാരായണത്തിനെക്കുറിച്ച് സംസാരിക്കാൻ, നാരായണീയത്തിനെക്കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കാൻ, ഇതിനെല്ലാമായിട്ട് വന്നിരിക്കുന്നവരാണ്. നമ്മളെല്ലാവരും സുകൃത്തികളാണ്, ഈശ്വരാനുഗ്രഹം ഉള്ളവരാണ്. അക്കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. ഇന്നത്തെ നമ്മുടെ വിഷയം നാരായണീയം വേദാന്ത സാരം എന്നതാണ്. വേദം എന്ന വാക്കിനർത്ഥം അറിവ് എന്നാണ്. വേദാന്തം എന്നാൽ അറിവിൻ്റെ അറ്റം, അറിവിൻ്റെ സത്ത. എന്തറിഞ്ഞാലാണോ ഇനി ഒന്നും അറിയണ്ടാത്തത്, ആ അറിവാണ് വേദാന്തം. ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുനനോട് പറയും, യത് ജ്ഞാത്വാ നേഹഭൂയോന്യത്ത് ജ്ഞാതവ്യം അവശിഷ്യതേ. അർജുന, എന്തറിഞ്ഞാലാണോ ഇനി ഒന്നും അറിയണ്ടാത്തത്, ആ അറിവ് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. നമുക്കിവിടെ നാരായണീയം എന്ന് കേൾക്കുമ്പോൾ ഉള്ളിൽ തെളിഞ്ഞു വരുന്നത് ഭക്തോത്തമനായ പണ്ഡിതാഗ്രേസരനായ മേൽപ്പത്തൂർ ശ്രീനാരായണ ഭട്ടതിരിയുടെ അതിപ്രശസ്തമായിട്ടുള്ള സ്തോത്രകാവ്യം എന്നതാണ്. വാതരോഗം കൊണ്ട് പീഡിതനായ ഭട്ടതിരി ഗുരുവായൂരപ്പനെ ഭജിച്ചു. എല്ലാ വൈദ്യന്മാരും കൈയൊഴിഞ്ഞപ്പോൾ മഹാവൈദ്യനായ ഗുരുവായൂരപ്പനെ അഭയം പ്രാപിച്ചു. 100 ദിവസം കൊണ്ട് 100 ദശകങ്ങളിലാക്കി ശ്രീമൽ ഭാഗവതം ഭഗവാന് സമർപ്പിച്ചു. എല്ലാ രോഗങ്ങളിൽ നിന്നും മുക്തി നേടി, ബാലഗോപാല ദർശനം കിട്ടി, ജീവിത സായുജ്യവും നേടി. 400 കൊല്ലങ്ങളിലേറെയായി ഇതിൻ്റെ രചന നടന്നിട്ട്. ഇന്നും സംസാരക്ലേശങ്ങൾക്കെല്ലാം അറുതി വരാനായി നമ്മൾ ഗുരുവായൂരപ്പനെ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ നാരായണീയം വായിക്കുന്നു. ദാ ഇപ്പോൾ ഇവിടെ ഈ വേദിയിൽ ഒരു പടി കൂടി മുന്നോട്ട് പോയി. വിശ്വപീഡാപഹത്യൈ, ലോകത്തിൻ്റെ മുഴുവനും വേദനകൾ അതിന് അറുതി വരാനായിട്ട് നാരായണീയം മാത്രം മതി, ഗുരുവായൂരപ്പൻ മാത്രം മതി. ഈ ഒരു
സന്ദേശത്തിനെ പ്രചരിപ്പിക്കുക എന്ന ദൗത്യം കൂടിയാണ് ഇവിടെ നടക്കുന്നത്. നമ്മളെല്ലാവരും അതിലെ കണ്ണികളാണ്, നമ്മൾ അനുഗ്രഹീതരാണ്. ഭഗവാന്റെ നിസ്തുലമായിട്ടുള്ള അനുഗ്രഹത്തിന് പാത്രമായിട്ടുള്ളവരാണ് നമ്മൾ. ഓർമ്മിക്കുക, നാരായണീയം വെറും ഒരു പുസ്തകമല്ല, വേദാന്ത സാരമാണ്. ഗുരുവായൂരപ്പൻ വെറും ഒരു വിഗ്രഹവുമല്ല, ബ്രഹ്മതത്വം. മേൽപ്പത്തൂരിൻ്റെ തന്നെ വാക്കുകൾ പ്രമാണം. 1-ാമത്തെ ദശകത്തിലെ 1-ാമത്തെ ശ്ലോകം, സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാൽ ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. സാന്ദ്രാനന്ദം, സച്ചിദാനന്ദ മൂർത്തിയാണ് ഗുരുവായൂരപ്പൻ. സത്ത്, ചിത്ത്, ആനന്ദം. ഭഗവാൻ സത്താണ്, ചിത്താണ്, ആനന്ദമാണ്. സത്ത് എന്ന് പറഞ്ഞാൽ സത്യം, 3 കാലത്തും മാറാതെ നിൽക്കുന്ന സത്യമാണ് ഗുരുവായൂരപ്പൻ. ദേവകിയുടെ ഗർഭത്തിൽ ഇരിക്കുന്ന ഭഗവാനെ ബ്രഹ്മദേവൻ ശ്രീ പരമേശ്വരനോടും ദേവകളോടും കൂടി വന്ന് സ്തുതിക്കുന്ന ആ സന്ദർഭം ഒന്ന് ഭാഗവതത്തിൽ ഓർത്തു നോക്കൂ. സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യ യോനിം നിഹിതം ച സത്യേ സത്യസ്യ സത്യം ഹൃദസത്യനേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്ന. ഭഗവാനെ അവിടുന്ന് സത്യവ്രതനാണ്. തൻ്റെ സങ്കല്പങ്ങൾ മുഴുവനും സത്യമാക്കുമെന്ന് ദൃഢവ്രതം എടുത്തിരിക്കുന്ന ആളാണ് ഭഗവാൻ. തന്നെ ശരണം പ്രാപിക്കുന്നവരെ എല്ലാവരെയും രക്ഷിക്കും എന്ന് വ്രതം എടുത്തിരിക്കുന്ന ആളാണ് ഭഗവാൻ. ഈ പഞ്ചഭൂതാത്മകമായിട്ടുള്ള ഈ പ്രപഞ്ചം, അതിലെ പഞ്ചഭൂതങ്ങളുടെയും യോനി ഭഗവാൻ തന്നെ. അവയെ സൃഷ്ടിച്ചതും അവയെ പരിപാലിക്കുന്നതും അവയെ സംഹരിക്കുന്നതും എല്ലാം ഭഗവാൻ തന്നെ. സത്യമായ വാക്കുകൊണ്ട്, സമദർശനം കൊണ്ട് എത്തിപ്പെടാവുന്ന പ്രാപ്യസ്ഥാനമാണ് ഭഗവാൻ. സത്ത്, ചിത്താണ് ഭഗവാൻ. ചിത്തം എന്ന് പറയുമ്പോൾ ബോധം. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഞാൻ 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 സദാ സ്ഫുരിക്കുന്ന തത്വം. ജീവോ ബ്രഹ്മൈവനാപര, ആ ജീവൻ ഭഗവാൻ തന്നെ. സത്താണ്, ചിത്താണ്, ആനന്ദമാണ്. സച്ചിദാനന്ദ മൂർത്തിയാണ് ഭഗവാൻ. തീർന്നില്ല. നിർമുക്തം നിത്യമുക്തം കാലദേശാവധിഭ്യാം നിർമുക്തം. കാലത്തിനും ദേശത്തിനും അതീതനാണ് ഭഗവാൻ. നാമഗുണരൂപങ്ങൾക്ക് അതീതനാണ് ഭഗവാൻ. മായയ്ക്ക് അതീതനാണ് ഭഗവാൻ. ഉപനിഷത്ത് സാര സർവസ്വമാണ് ഭഗവാൻ. തെളിഞ്ഞു കിട്ടാൻ വിഷമാണ്. നമുക്ക് ഏറ്റവും എളുപ്പം എന്താ? മിന്നും പുന്നിൻ കിരീടം തരിവള കടകം കാഞ്ചി പൂഞ്ചേലമാല ധന്യശ്രീ വത്സസൽ കൗസ്തുഭമിടകലരും ചാരുതോരന്തരാളം ശംഖും ചക്രം ഗദാ പങ്കജമിതി വിലസും 4 തൃക്കൈകളോടും സങ്കീർണ ശ്യാമവർണം ഹരിവപുരമലം പുരയേ മംഗളം വാ. ശ്രീകൃഷ്ണചരിതം മണിപ്രവാളത്തിലെ കുഞ്ചൻ നമ്പ്യാർ ഇത്ര ഭംഗിയായിട്ടാണ് ആ അവതാരം വർണ്ണിച്ചിരിക്കുന്നത്. നമുക്ക് ആ മിന്നുന്ന പൊന്നിൻ കിരീടമൊക്കെ വെച്ച് ചതുർബാഹുവായിട്ട് ശംഖ് ചക്രം ഗദ പത്മമൊക്കെ ധരിച്ച ഗുരുവായൂരപ്പ. എളുപ്പമാണ് ഓർക്കാൻ. അതിലും എളുപ്പമാണ് തൃക്കാൽ രണ്ടും പിഴച്ച തിരുമുഖ കമലം ദക്ഷിണേ ചാച്ചു വെച്ചും തൃക്കൈയിൽ കാഞ്ചനോടക്കുഴല മഥ പിടിച്ചൂതി മന്ദം ഹസിച്ചും തെക്കത്തിൽ പീലി ചൂടി കരിമുകിൽ വടിവും പൂണ്ടു നിൽക്കും മുകുന്ദൻ നൽകാരുണ്യേന നിത്യം മമ ഹൃദി വിളയാടിടുവാൻ കുമ്പിടുന്നേൻ. മയിൽപീലിയൊക്കെ ചൂടി ഓടക്കുഴലൊക്കെ പിടിച്ച് മഞ്ഞപ്പൊട്ടൊക്കെ കൊടുത്ത് തൃക്കാൽ രണ്ടും പിണച്ചു വച്ച് സദാ മന്ദഹസിച്ച് നിൽക്കുന്ന ഉണ്ണിക്കണ്ണൻ്റെ രൂപം എളുപ്പമാണ് ഓർക്കാൻ.
ഇത് മേൽപ്പത്തൂരിന് അറിയാം. അതുകൊണ്ട് മേൽപ്പത്തൂർ 2-ാമത്തെ ദശകത്തിലെ സൂര്യകിരീടം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഭഗവാന്റെ രൂപം വർണ്ണിക്കും. ആ വർണ്ണന അത്യച്ഛ കോടിയിൽ അതിൻ്റെ പരാകാഷ്ഠയിലെത്തുന്നത് 3-ാമത്തെ ശ്ലോകത്തിലാണ്. മേൽപ്പത്തൂരിൻ്റെ കവിത്വം, മേൽപ്പത്തൂരിൻ്റെ വൈഭവം, മേൽപ്പത്തൂരിൻ്റെ ഭക്തി, മേൽപ്പത്തൂരിൻ്റെ ഭാവന, ഇതെല്ലാം കൂടി സമന്വയിപ്പിച്ചിട്ടുള്ള ഒരു വാക്കുകളാണത്. ഭൂമാനന്ദസ്വാമി ഈ വേദി ഉദ്ഘാടനം ചെയ്തപ്പോൾ ഈ ശ്ലോകത്തിനെ കുറിച്ച് പ്രത്യേകം പറഞ്ഞു. യത്രൈലോക്യമഹീയസൂപിമഹിതം സമ്മോഹനം മോഹനാത് കാന്തം കാന്തിനിധാനതോപി മധുരം മാധുര്യദുര്യാദവി സൗന്ദര്യതരതോപി സുന്ദരതരം ത്വദ്രൂപമാശ്ചര്യതോപ്യാശ്ചര്യം ഭുവനേന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. ഭഗവാനെ, ഈ 3 ലോകങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമായതിനേക്കാൾ ശ്രേഷ്ഠം, ഏറ്റവും മോഹനമായതിനേക്കാൾ മോഹനം, ഏറ്റവും തേജസ്സുള്ളതിനേക്കാൾ തേജസ്സുള്ളത്, ഏറ്റവും മാധുര്യമുള്ളതിനേക്കാൾ മധുരം, ഏറ്റവും സൗന്ദര്യമുള്ളതിനേക്കാൾ സുന്ദരം, ഏറ്റവും അത്ഭുതകരമായതിനേക്കാൾ അത്ഭുതകരം. ഗുരുവായൂരപ്പ, ആരാണ് നിന്റെ ഈ സ്വരൂപത്തിൽ ആകർഷിക്കപ്പെടാത്തത്? പക്ഷെ 2 ദശകങ്ങളിൽ ഭഗവാന്റെ മഹാത്മ്യവും ഭഗവാന്റെ സ്വരൂപത്തിൻ്റെ മഹാത്മ്യവും എല്ലാം വിസ്തരിച്ച് പറഞ്ഞ് ആർത്തപ്രലാപമാണ് 3-ാമത്തെ ദശകം. രോഗവും ഭക്തിയും തമ്മിലുള്ള ഒരു വടംവലി നമുക്കവിടെ കാണാം. പക്ഷെ ഭക്തിയുടെ ദാർഢ്യം കൊണ്ട് ഭക്തി തന്നെ ജയിക്കും. മേൽപ്പത്തൊരു ആർത്തനാണ്. ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി, 4 ജ്ഞാനി, 4 പേരാണ് ഭഗവാനെ ഭജിക്കുക. ദുഃഖിതർ ഭഗവാനെ ഭജിക്കും, ദുഃഖം മാറണം. പിന്നെ അർത്ഥകാമങ്ങൾക്ക് ആഗ്രഹമുള്ളവർ ഭഗവാനെ ഭജിക്കും, കിട്ടണം, ഭഗവാന്റെ കൂട്ട് വേണം അതിന്. പിന്നെയോ സത്യം അറിയണം ആഗ്രഹമുള്ള ജിജ്ഞാസുക്കൾ ഭഗവാനെ ഭജിക്കും. പിന്നെയോ ജ്ഞാനി ഭഗവാൻ ആരാണെന്ന് അറിഞ്ഞ് ഭജിക്കും. ഇവിടെ മേൽപ്പത്തൂർ ആർത്തനാണ്, രോഗം കൊണ്ട് പീഡിതനാണ്. അതുകൊണ്ട് പറയും ഭഗവാനോട്, ഭഗവാനെ എനിക്ക് ശരീരത്തിന് ആരോഗ്യം തരണം, എനിക്ക് ഭക്തിപൂർവ്വം ശുക്കനെയും നാരദനെയൊക്കെ പോലെ അവിടുത്തെ കീർത്തിച്ച് നടക്കാനുള്ള ശക്തി വേണം. ഈ കാണുന്ന സമസ്തവും ഭഗവാൻ തന്നെയാണ് എന്നറിഞ്ഞ് ആരാധിക്കാനും ആനന്ദിക്കാനുമുള്ള കെൽപ്പ് തന്ന് അനുഗ്രഹിക്കണം ഗുരുവായൂരപ്പ. ഇത്രയും നാരായണീയത്തിൻ്റെ പീഠിക, മുഖവുര. നാരായണീയം ഭാഗവതത്തിൻ്റെ സംക്ഷിപ്ത രൂപമാണ്. 2യ സ്കന്ധം മുതൽ സംക്ഷേപിച്ച് എഴുതണം. ചുരുക്കി പറയാനുള്ള കവിയുടെ കഴിവ്, ഉപേക്ഷിക്കേണ്ട ഭാഗമെല്ലാം ഉപേക്ഷിക്കാനുള്ള കഴിവ്, മനോധർമ്മത്തോടുകൂടി വസ്തുതകൾ വിവരിക്കാനുള്ള കഴിവ് മേൽപ്പത്തൂരിനെ നമിക്കാതെ വയ്യ. സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയാണ് ഈ നാരായണീയം എഴുതിയത് എന്ന് നമുക്ക് തോന്നിപ്പോവും. 5-ാമത്തെ ദശകം മുതൽ ആ വിരാട് രൂപവർണ്ണനയും ബ്രഹ്മാവിൻ്റെ തപസ്, ബ്രഹ്മാവിൻ്റെ വൈകുണ്ഠ ദർശനം, ബ്രഹ്മാവിൻ്റെ സൃഷ്ടി ഭേദങ്ങൾ, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ജയവിജയന്മാരുടെ കഥ, വരാഹാവതാരം, പിന്നെ കപിലാവതാരം, നരനാരായണന്മാരുടെ അവതാരം, അങ്ങനെ പോകുന്നു ആ കഥ. പിന്നെ പൃഥുചരിതം, ധ്രുവചരിതം, ഋഷഭചരിതം, പ്രഹ്ലാദചരിതം, നരസിംഹാവതാരം, പിന്നെ അവിടെ നിന്നോട്ട് 38-ാമത്തെ ദശകം വരെ വാമനാവതാരം, കൂർമാവതാരം, വാമനാവതാരം, മത്സ്യാവതാരം, രാമാവതാരം, പരശുരാമവതാരം. 38-ാമത്തെ ദശകം ആകുമ്പോഴേക്കും പൂർണ്ണ പുണ്യാവതാരമായിട്ടുള്ള ഭഗവാന്റെ ശ്രീകൃഷ്ണൻ്റെ അവതാരം. അവിടെ നിന്ന് അങ്ങോട്ട് 52 ദശകങ്ങളിലെ ശ്രീകൃഷ്ണ കഥകളാണ്.
90 മുതൽ 10 ദശകങ്ങളിൽ ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഏകാദശ സ്കന്ധം ആ 31 അധ്യായങ്ങളും സംക്ഷേപിച്ച് പറഞ്ഞിരിക്കുന്നു. 100ാമത്തെ ദശകത്തിൽ ബാലഗോപാല ദർശനം, കേശാതിപാദ വർണ്ണന, അഗ്രേ പശ്യാമി തേജോ എന്ന് തുടങ്ങി ആയുരാരോഗ്യ സൗഖ്യം. അവിടെ നാരായണീയം ഉപസംഹരിക്കുകയാണ് കവി. ഇവിടെ നമ്മുടെ ഉള്ളിലും ഒരു ആഗ്രഹം പൊന്തണം. നമുക്കും വേണം ഈശ്വര ദർശനം, നമുക്കും വേണം ഗുരുവായൂരപ്പൻ്റെ ദർശന ഭാഗ്യം. എത്രയോ ആവർത്തി നാരായണീയം വായിച്ചു, എത്രയോ തവണ ഗുരുവായൂർ അമ്പലത്തിൽ പോയി നമ്മൾ പ്രാർത്ഥിച്ചു. എന്തുകൊണ്ടാണ് ആ ബാലഗോപാല ദർശനം എനിക്ക് കിട്ടാത്തത്? ഇപ്പം കിട്ടണം, ഇവിടെ വെച്ച് കിട്ടണം. അദ്യൈവ ഇഹൈവ, നമ്മളെല്ലാവരും അതിന് അധികാരികളാണ്. എത്ര കാലത്തെ പുണ്യം വേണോ അതിനൊക്കെ? മേൽപ്പത്തൂരാണോ ഞാൻ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. മേൽപ്പത്തൂർ എവിടെ ഇരിക്കണോ, ഞാൻ എവിടെ ഇരിക്കണോ? എങ്ങനെ എനിക്ക് ആ ബാലഗോപാല ദർശനം കിട്ടുക? എങ്ങനെ എനിക്ക് ഈശ്വര ദർശനം കിട്ടുക? ഓർമ്മയ്ക്കൊക്കെ 10,000 കൊല്ലം ഇരുട്ട് നിറഞ്ഞ മുറിയാണെങ്കിലും ആ ഇരുട്ട് പോവാൻ ഒരു നിമിഷം മതി, ഒരു വിളക്ക് കൊളുത്തി വെച്ചാൽ മതി. വീണ്ടും 10,000 കൊല്ലം വേണ്ട. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഈ മഹോത്സവ വേദിയിൽ ഇന്ന് ഇവിടെ കിട്ടണം ഈശ്വര ദർശനം. അതിന് 2 കാര്യങ്ങൾ മനസ്സിൽ ഉറപ്പിക്കണം. ഒന്ന്, ശ്രീമന്നാരായണീയം വെറും ഒരു പുസ്തകമല്ല, വേദാന്ത സാരം. ശ്രീ ഗുരുവായൂരപ്പൻ വെറും ഒരു വിഗ്രഹമല്ല, സാക്ഷാൽ പരബ്രഹ്മം, ബ്രഹ്മതത്വം. ഒരു ചോദ്യം പൊന്തണം എല്ലാവരുടെയും ഉള്ളിൽ. ആരാണ് ഈ ഗുരുവായൂരപ്പൻ? ആരാണ് ഈശ്വരൻ? മനുഷ്യനുണ്ടായ കാലം മുതൽ മനുഷ്യരുടെ ഉള്ളിൽ ഈ ചോദ്യം പൊന്തിയിട്ടുണ്ട്. ഈശ്വരനുണ്ടോ? ഉണ്ടെങ്കിൽ ആരാണ് ഈശ്വരൻ? ഓർമ്മയ്ക്കൊക്കെ വേദം ഈശ്വരനെ നിർവചിക്കുന്നില്ല. ഉപനിഷത്ത് ഈശ്വരനെ ചൂണ്ടിക്കാണിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. യതോ വാ ഇമാനി ഭൂതാനി ജായന്തേ യാനി ജാതാനി ജീവന്തി യത് പ്രയന്താപി സംവിശന്തി തത് വിജിജ്ഞാസസ്വ തത് ബ്രഹ്മ. ഉപനിഷത്ത് പറയും, എന്തിൽ നിന്നാണ് ഈ കാണുന്നതെല്ലാം ഉണ്ടായത്? എന്തിൻ്റെ വൈഭവം കൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ നിലനിൽക്കുന്നത്? അവസാനം എന്തിലേക്കാണ് ഈ എല്ലാം ലയിക്കുന്നത്? എന്നിട്ടും എന്താണ് അവശേഷിക്കുന്നത്? അതിനെ അറിയൂ. അതാണ് ബ്രഹ്മം, അതാണ് ഈശ്വരൻ. ജ്ഞാനി ബ്രഹ്മം എന്ന് പറയുന്നതും ഭക്തൻ ഭഗവാൻ എന്ന് പറയുന്നതും ഒരേ ഒരു തത്വത്തെയാണ്. ഈശ്വരനെ നമുക്ക് ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, ഈശ്വരനെ മണത്തറിയാൻ പറ്റില്ല, രുചിച്ചറിയാൻ പറ്റില്ല, ഈശ്വരൻ്റെ ശബ്ദം ഈ ചെവി കൊണ്ട് കേൾക്കാൻ പറ്റില്ല, ഈശ്വരനെ സ്പർശിച്ചറിയാനും പറ്റില്ല, ഈശ്വരനെ മനസ്സുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല, ഈശ്വരനെ ബുദ്ധി കൊണ്ട് നിശ്ചയിച്ചുറപ്പിക്കാൻ പറ്റില്ല. നമുക്ക് ആകെയുള്ളത് ഇതാണ്, പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും. ഇതൊക്കെ ആ പരമേശ്വരീ ശക്തിയുടെ ഉൽപ്പന്നങ്ങളാണ്. ഗർഭസ്ഥ ശിശുവിന് അമ്മയുടെ പ്രായമോ രൂപമോ പേരോ എന്തെങ്കിലും അറിയാൻ സാധിക്കുമോ? അതുപോലെ ഇതിൻ്റെ എല്ലാം ഉറവിടമാണ് സർവേശ്വരൻ. അപ്പോൾ നമുക്ക് എങ്ങനെയാ ഭഗവാനെ അറിയാൻ കഴിയുക? ഈ ഈശ്വരനെ അറിയുക എന്നുള്ളതാണ് ഓരോ ജീവൻ്റെയും പരമമായ ലക്ഷ്യം. ഓരോരുത്തരുടെയും ഈശ്വര സാക്ഷാത്കാരം. അതിന് ഈശ്വരനെ തേടണം, തേടി അലയണം. പുറമേയല്ല, ഉള്ളിൽ. ഈശ്വരനെ തേടി അലഞ്ഞ് കണ്ടെത്തി ഈശ്വരനെ ലയിച്ച് സ്വയം ഈശ്വരനായി തീരണം. ഇതിനെയാണ് ഈശ്വര സാക്ഷാത്കാരം, ബ്രഹ്മസാക്ഷാത്കാരം, ജീവബ്രഹ്മൈക്യം,
സെൽഫ് റിയലൈസേഷൻ, മുക്തി, മോക്ഷം എന്നൊക്കെ പറയുന്നത്. പക്ഷെ മനുഷ്യ ജീവിതത്തിന് ഇങ്ങനെ ഒരു ലക്ഷ്യമുണ്ടെന്ന് എത്ര പേർക്കറിയാം? മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയേ. ആയിരക്കണക്കിന് കോടിക്കണക്കിന് ആളുകളുണ്ടെങ്കിൽ ഈശ്വരനെ വേണം എന്ന് കരുതുന്നവർ എത്ര കുറവാണ്? നമുക്കൊക്കെ ഗുരുവായൂരപ്പനിൽ നിന്ന് പലതും വേണം, പക്ഷേ ഗുരുവായൂരപ്പ എനിക്ക് നിന്നെ മാത്രം മതി എന്ന് മോഹിക്കണം എത്ര കുറച്ച് പേരാണുള്ളത്? എല്ലാവരും ആഗ്രഹിക്കുന്നത് സുഖത്തെയാണ്. സുഖാർത്ഥ സർവഭൂതാനാം മതാ സർവ പ്രവർത്തയ. എല്ലാവർക്കും വേണ്ടത് സുഖമാണ്. എവിടെ കിട്ടും സുഖം? ദുഃഖത്തിൻ്റെ നിഴൽ പോലും ഇല്ലാത്ത സുഖം എവിടെ കിട്ടും? ഒരു പാട് പോലും പാടില്ല ദുഃഖത്തിൻ്റെ. അങ്ങനെ ഒരു സുഖം എവിടെ കിട്ടും? നമ്മളെല്ലാവരും കൊതിക്കുന്നത് സുഖത്തെയാണ്. അതുകൊണ്ട് നശ്വരവും ക്ഷണികവും ആയിട്ടുള്ള ഭൗതിക വസ്തുക്കളിലാണ് സുഖം എന്ന് കരുതും. എന്നിട്ട് അതിൻ്റെ പിന്നാലെ നെട്ടോട്ടം ഓടും. ഗുരുക്കന്മാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, എല്ലാ കാലത്തും പറഞ്ഞു തന്നിട്ടുണ്ട്. മാ കുരു ധന ജന യൗവന ഗർവം ഹരതി നിമേഷാ കാലസർവം മായാമയമിതമഖിലം ബുദ്ധ്വാ ബ്രഹ്മപദം ത്വം പ്രവിശവിദിത്വാ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ. ആചാര്യസ്വാമികൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ യൗവനം, സമ്പത്ത്, പ്രഭുത്വം, സ്വാധീനം എല്ലാം ഹരതി നിമേഷാത്കാല സർവം. കാലം ഒരു നിമിഷം കൊണ്ട് ഇതെല്ലാം തട്ടിയെടുക്കും. പക്ഷെ നമുക്ക് മനസ്സിലാവില്ല. നമ്മളിങ്ങനെ എഴുത്തച്ഛൻ ഹരിനാമകീർത്തനത്തിൽ പാടിയിട്ടില്ലേ, ഔദുംബരത്തിൽ മശകത്തിന് തോന്നുമിതിൽ മീതേ കഥാപി സുഖമില്ലെന്നു തൽപ്പരിച്ചു ചേതോ വിമോഹിനി മയക്കായികമായ തവ ദേഹോഹമെന്നിവയിൽ നാരായണായ നമ. ഔദുംബരം എന്ന് പറഞ്ഞാൽ അത്തിപ്പഴം, നല്ല മധുരമാണ്. പഴുത്ത ആ അത്തിക്കായ്ക്കുള്ളിൽ അത് കഴിക്കാനായിട്ട് പുഴുക്കൾ വന്നിരിക്കും. പുഴുവിന് ഇതിന് ഒരു സ്വർഗമില്ല. ഈ അത്തിപ്പഴത്തിൻ്റെ ആയുസ് അല്പമാണ്, പുഴുവിൻ്റെ ആയുസ് അല്പമാണ്. ഇതുപോലെയാണ് ജീർണിച്ച ശരീരത്തോടു കൂടിയ ഈ മനുഷ്യൻ ക്ഷണികവും നശ്വരവും ആയിട്ടുള്ള സുഖങ്ങളുടെ പുറകെ പായുന്നു. എത്രയോ തവണ നമ്മൾ രാമായണം വായിച്ചിട്ടുണ്ട്, എത്രയോ പ്രാവശ്യം നമ്മൾ ലക്ഷ്മണോപദേശം വായിച്ചിട്ടുണ്ട്, എത്രയോ തവണ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട വരികളാണ്. ചക്ഷുശ്രവണ ദളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസ്സ ഭോഗങ്ങൾ തേടുന്നു. ഒരു പാമ്പിൻ്റെ വായിൽ അകപ്പെട്ട തവളയെ പോലെയാണ്. തവള അറിയുന്നില്ല പാമ്പിൻ്റെ ഇരയാണ് എന്ന്. ആ വായിലിരുന്നു കൊണ്ട് അത് അതിൻ്റെ ആഹാരമായിട്ടുള്ള അല്പപ്രാണികൾക്ക് വേണ്ടി നാവ് നീട്ടുന്നു. ഇതുപോലെയാണ് മനുഷ്യ ജീവിതം. ജന്തുക്കൾ ഭക്ഷിച്ച് ജീർണിച്ചു പോവും, വെന്ത് വെണ്ണീറായി ചമഞ്ഞു പോവും, മണ്ണിന് കീഴെ കൃമികളായി തീർന്നു പോവും. എന്നാലും ഈ ദേഹോഹം ബുദ്ധി വിടുന്നില്ല. അജ്ഞാനത്തിൻ്റെ കട്ടിയുള്ള മറയ്ക്കുള്ളിലാണ്. 4 കൂട്ടരാണ് വേദാന്ത ദൃഷ്ട്യ അജ്ഞർ. 1, ഈ പ്രപഞ്ചം സത്യമാണെന്ന് കരുതുന്നവർ. 2, ശരീരമാണ് ഞാൻ എന്ന് കരുതുന്നവർ. 3, തിന്നാനും കുടിക്കാനും രസിക്കാനും മാത്രമുള്ളതാണ് ഈ ജീവിതം എന്ന് കരുതുന്നവർ. 4, പണത്തിനേക്കാൾ മീതെ ഒന്നുമില്ല, പണമാണ് ഏറ്റവും വലുത് എന്ന് കരുതുന്നവർ. ഇവരാണ് വേദാന്ത ദൃഷ്ട്യ അജ്ഞർ. ഈ അജ്ഞാനത്തിൻ്റെ മൂടുപടം മാറണം. അതിന് നമ്മൾ ഈ ലക്ഷ്യത്തിനെ തിരിച്ചറിയണം. അത് തിരിച്ചറിയുന്നേ ഇല്ല. ബാലസ്ഥാവൽ ക്രീഡാസക്ത, തരുണസ്ഥാവൽ തരുണീരക്ത, വൃദ്ധസ്ഥാവൽ ചിന്താമഗ്ന, പരമേ ബ്രഹ്മണി കോപിനലഗ്ന. കുട്ടിയായിരിക്കുമ്പോൾ കളി ചിരിയൊക്കെ ആയിട്ടിരിക്കും. യൗവനത്തിലോ ഭാര്യ, ഭർത്താവ്, കുട്ടികൾ, കുടുംബം, ജോലി, വീട്. വാർദ്ധക്യത്തിൽ അപ്പോഴാണ് ചിന്തിക്കാൻ തുടങ്ങുന്നത്, എൻ്റെ ഗുരുവായൂരപ്പ, ഇത്ര കാലം ഞാൻ നിന്നെ ഭജിച്ചില്ലല്ലോ, ഓർത്തില്ലല്ലോ. ഓർമ്മിക്കുക വാർദ്ധക്യകാലത്തെ
നേരം പോക്കല്ല ആധ്യാത്മികത. വിശ്രമവേളയിലെ വിനോദപ്രവൃത്തിയും അല്ല ആധ്യാത്മികത. കുട്ടിക്കാലത്തെ വളർത്തിയെടുക്കേണ്ട സംസ്കാരമാണ് ആധ്യാത്മികത. നമ്മുടെ ഉള്ളിലൊക്കെ ഒരു ചിന്ത പൊന്തും. അതിന് ഇപ്പോഴത്തെ കുട്ടികളാരും ആധ്യാത്മികമായ കാര്യങ്ങളൊന്നും പഠിക്കാൻ താല്പര്യം കാണിക്കുന്നില്ലല്ലോ. പുരാണങ്ങളിലൊക്കെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഗർഭത്തിലേ കിട്ടി ഈ അറിവ് പ്രഹ്ലാദന്, 5 വയസ്സിൽ ഈശ്വര സാക്ഷാത്കാരം കിട്ടി ധ്രുവന്, 8 വയസ്സിൽ ആത്മവിദ്യ അറിഞ്ഞു നചികേതസ്. എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്നില്ലല്ലോ എന്നെല്ലാവരുടെ ഉള്ളിലൊരു സങ്കടമുണ്ട്. സങ്കടപ്പെടണ്ട, ചിന്മേൻ്റെ സ്വാമി അറിയും. നിങ്ങളുടെ കുട്ടികൾ നിങ്ങളെക്കാൾ മിടുക്കരായിട്ട് വരും. ഡോണ്ട് വറി അബൌട്ട് യുവർ ചിൽഡ്രൻ ഓർ ഗ്രാൻഡ് ചിൽഡ്രൻ, ദേ വിൽ ലിവ് ബെറ്റർ ദൻ യു എന്ന് പറയും. നമ്മൾ ആചരിച്ച് കാണിച്ചാൽ മതി. കുട്ടികൾക്ക് അനുസരിക്കാനല്ല ഇഷ്ടം, അനുകരിക്കാനാണ്. അതുകൊണ്ട് മുതിർന്നവർ അനുകരണീയരായാൽ മതി. അതിന് നമ്മളറിയണം. പക്ഷെ നമ്മുടെ ഉള്ളിൽ അഹങ്കാരം കൊടികുത്തി വാഴുന്നിടത്തോളം കാലം ഒരിക്കലും നമുക്ക് ഈശ്വരനെ കാണാനാവില്ല. കബീർദാസിൻ്റെ വരികൾ ഓർമ്മ വേണം. ജബ് മേധാത്തോ ഗുരുനഹീം അബ് ഗുരുഹേ ഹം നാഹി പ്രേമഗിലി അതിസങ്കരി താമേ ദോനൻ സമാഹി. ഈശ്വരപ്രേമത്തിൻ്റെ വഴി വളരെ ഇടുങ്ങിയതാണ്. അതിൽ ഈശ്വരനും അഹങ്കാരത്തിനും കൂടി പോകാൻ പറ്റില്ല. ഒന്നുകിൽ ഈശ്വരൻ അല്ലെങ്കിൽ അഹങ്കാരം. ഈശ്വരനുള്ളപ്പോൾ അഹങ്കാരമില്ല, അഹങ്കാരം ഉണ്ടെങ്കിൽ ഈശ്വരനുമില്ല. എൻ്റെ പ്രഭുത്വം, എൻ്റെ സ്വാധീനം, എൻ്റെ ആസൂത്രണ പാഠവം, എൻ്റെ ബുദ്ധിശക്തി, ഇതൊക്കെ കൊണ്ട് എന്തും നേടാം എന്ന് കരുതുന്നുണ്ടെങ്കിൽ തെറ്റി. ഇതൊന്നും പ്രയോജനപ്പെടുത്താൻ കഴിയാത്ത സന്ദർഭങ്ങൾ ഒരുവൻ്റെ ജീവിതത്തിൽ വരും. മഹാരോഗങ്ങൾ വരുമ്പോൾ, കയ്യിലുള്ള പണം മുഴുവൻ നഷ്ടപ്പെടുമ്പോൾ, ബന്ധുക്കൾ തന്നെ ചില സമയത്ത് ശത്രുക്കളാവുമ്പോൾ, ഇതുവരെ ആശ്രയയോഗ്യം എന്ന് കരുതിയ വസ്തുക്കൾ ഒട്ടും ആശ്രയയോഗ്യമല്ല എന്ന് തിരിച്ചറിയുമ്പോൾ അപ്പം നമ്മൾ വിളിക്കും, ത്വമേവ മാതാജ പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യാദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ അന്യഥാ ശരണം നാസ്തി. നീ മാത്രമേ ഉള്ളൂ ഗുരുവായൂരപ്പ, എനിക്ക് വേറെ ആരുമില്ല ഗുരുവായൂരപ്പ. എനിക്കത് അനുഭവമായി. വ്യഥ പോലെ അറിവേകിടുന്ന സദ്ഗുരുവും മർത്യന് വേറെ ഇല്ല താൻ. സങ്കടം വരുമ്പോഴാണ്, ദുഃഖം വരുമ്പോഴാണ്, വിഷമങ്ങൾ വരുമ്പോഴാണ് നമ്മൾ അറിയണത് അന്യഥാ ശരണം നാസ്തി. അപ്പോഴും പരമഗുരുവിൻ്റെ വാക്കുകൾ തന്നെയാണ് ഓർമ്മ വരുന്നത്. ഇൻ എവറി അഡ്വേഴ്സിറ്റി ദർ ഇസ് എ ഹിഡൻ സ്പിരിച്വൽ ട്രഷർ. എല്ലാ ദുഃഖങ്ങളുടെ ഉള്ളിൽ, എല്ലാ ആപത്തിൻ്റെ ഉള്ളിൽ ഈ പ്രകൃതി അമൂല്യമായ അറിവിൻ്റെ ഒരു നിധി ഒളിപ്പിച്ച് വച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ അഹങ്കാരത്തോടു കൂടി ഇരിക്കുമ്പോൾ ഭഗവാൻ ഇങ്ങനെ നോക്കി നിൽക്കും, എത്രയിടം വരെയും പോകും. എപ്പോഴാണോ നമ്മുടെ ഉള്ളിലെ ദുർവാസനകളെല്ലാം നശിക്കുന്നത്, എപ്പോഴാണോ നമ്മുടെ അന്ധക്കരണം ഭക്തി കൊണ്ട് ആർദ്രമാകുന്നത്, ആ സമയത്ത് ഭക്തൻ്റെ കണ്ണുനീര് അധികം നേരം കണ്ടുകൊണ്ട് നിൽക്കാൻ ഭഗവാന് കഴിയില്ല. ഓടി വരും ഭഗവാൻ. ശുദ്ധമായിട്ടുള്ള അന്ധക്കരണത്തിൽ ജ്ഞാനം പ്രകാശിക്കും. ഭഗവാൻ തന്നെ, അന്തര്യാമി തന്നെ ഭക്തനെ നേർവഴിക്ക് നയിക്കും. ഓർമ്മിക്കുക, ഞാൻ സ്വയം രക്ഷപ്പെട്ടുകൊള്ളും, ഭക്തന് ഭഗവാൻ വേണം. അപ്പം നമുക്കൊക്കെ വേണ്ടത് ഭക്തിയാണ്. ഭക്തി എന്ന് പറഞ്ഞാൽ ഈശ്വരനോടുള്ള പരമപ്രേമം, ഒന്നും ആഗ്രഹിക്കാതെ പൂർണ്ണമായിട്ടുള്ള ശരണാഗതി, ഗാഠമായിട്ടുള്ള പ്രേമവും വിശ്വാസവും അഗാധമായിട്ടുള്ള ആത്മാർത്ഥതയും കൂടി സമന്വയിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാധുര്യ ഭാവമാണ് ഭക്തി. ഒരു ജീവന് ഈ പ്രേമം ഈശ്വരനോട് മാത്രമേ സാധ്യമാകൂ. ഈ ലൗകിക വസ്തുക്കളോടുള്ള പ്രേമം അത് പ്രേമമല്ല, അത് കാമം.
പ്രേമം എന്ന് പറയുന്നത് ദിവ്യമായിട്ടുള്ള ഒരു അനുഭൂതിയാണ് ഈശ്വരപ്രേമം. കാമം എന്ന് പറഞ്ഞാലോ അടക്കാനാവാത്ത കൊതി, തൃഷ്ണ എന്ന് പറയും. പ്രേമം, ഈശ്വരപ്രേമം ഉള്ളിൽ ശാന്തി, സ്വസ്ഥത നിറയ്ക്കും. ഭൗതിക വസ്തുക്കളോടുള്ള, വിഷയങ്ങളോടുള്ള കാമം ഉള്ളിൽ പരിഭ്രാന്തി, ക്രോധം, ലോഭം, മഹവും, മതം, മാത്സര്യം എല്ലാം നിറയ്ക്കും. ഈശ്വരപ്രേമം നിസ്വാർത്ഥമാണ്. ഭൗതിക വസ്തുക്കളോടുള്ള കാമം സ്വാർത്ഥമാണ്. അപ്പം നമുക്ക് വേണ്ടത് ഈശ്വരപ്രേമം, ഭക്തിയാണ്. ഭക്തിക്കുള്ള ഉദാഹരണങ്ങൾ നമുക്ക് പുരാണങ്ങളിൽ, ഇതിഹാസങ്ങളിൽ ഒരുപാട് കാണാം. അതിൽ ഏറ്റവും ഉദാത്തമായിട്ടുള്ള മാതൃകയായിട്ട് ഭക്തോത്തമനായ ശ്രീ നാരദ മഹർഷി അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ കൃതിയായിട്ടുള്ള നാരദഭക്തി സൂത്രത്തിൽ പറയും, യഥാ വൃജഗോപികാനാം, വൃജത്തിലെ, വൃന്ദാവനത്തിലെ ഗോപികമാരുടെ ഭക്തി. അതാണ് നാരദ മഹർഷി ഭക്തിക്ക് ഉദാഹരണമായിട്ട് പറയുന്നത്. വൃന്ദാവനത്തിലെ ഗോപികമാർക്ക് കണ്ണനെ കഴിഞ്ഞൊന്നുമില്ല. അവർ ശരീരം, സ്വത്ത്, കുടുംബം സകലതും കണ്ണൻ്റെ കാൽക്കൽ ഇങ്ങനെ സമർപ്പിച്ചിരിക്കുകയാണ്. സദാ ഗോവിന്ദ ദാമോദര മാധവേദി, ഗോവിന്ദ ദാമോദര മാധവേദി. എന്നാൽ അവർക്ക് വിദ്യാഭ്യാസം ഇല്ല, ശാസ്ത്രപരിചയം ഒന്നുമില്ല. അവർ പശുവിനെ വളർത്തുന്നവരാണ്. പാല്, വെണ്ണ, തൈര് ഇതൊക്കെ വിറ്റ് ജീവിക്കുന്നവരാണ്. പക്ഷേ കണ്ണനിൽ കവിഞ്ഞവർക്ക് ഒന്നുമില്ല. ഒരു നിമിഷം അവർക്ക് കണ്ണനെ കാണാതിരിക്കാൻ പറ്റില്ല. മനസ്സ് വ്യാകുലപ്പെടും. പുല്ലിനോടും പൂവിനോടും പൂമ്പാറ്റയോടും വൃക്ഷലതാദികളോടും ലതാദികളോടും പക്ഷി മൃഗാദികളോടും എല്ലാവരും ചോദിച്ചുകൊണ്ടേയിരിക്കും, കണ്ടോരുണ്ടോ എൻ്റെ കണ്ണനെ, നീലത്തണ്ടാരണി മണി വർണ്ണനെ, കണ്ടാൽ കൊതിക്കുമെൻ കണ്ണനെ, നിങ്ങൾ കണ്ടായോ, നിങ്ങൾ കണ്ടായോ, നിങ്ങൾ കണ്ടായോ താമര കണ്ണനെ. കണ്ണനറിയാം ഈ ഗോപികമാർക്ക് ജീവൻ്റെ ജീവനാണ് ഞാൻ എന്ന് കണ്ണനറിയാം. എന്തുകൊണ്ടെന്നാൽ ഭഗവാൻ ഭക്തപരായണനാണ്. ഭഗവാൻ ഗോപികളോട് പറയും, എൻ്റെ ഗോപികളെ, നിങ്ങളെന്നെ വല്ലാത്ത ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ് കേട്ടോ. ഞാൻ വലിയ കടക്കാരനായിരിക്കുകയാണ്. ഞാൻ എങ്ങനെ വീട്ടും ഈ ഋണം? നിങ്ങളുടെ തന്നെ വിശാല മനസ്കത കൊണ്ട് എന്നെങ്കിലും നിങ്ങൾ എന്നെ ഈ കടത്തിൽ നിന്ന് മോചിപ്പിച്ചാലേ എനിക്ക് മോചനം കിട്ടുള്ളൂ എന്ന് കൃഷ്ണൻ, ഭഗവാൻ പറയുന്ന രംഗമുണ്ട്. ഇവരുടെ ഭക്തി ഇവരെ ജ്ഞാനത്തിൻ്റെ തലത്തിലെത്തിച്ചിട്ടുണ്ട്. ഗോപികമാർക്ക് അറിയാം, നഖലു ഗോപിക നന്ദനോ ഭവാൻ അഖിലദേഹിനാം അന്തരാത്മദൃക്. ഇവർക്കറിയാം, കണ്ണാ നീ യശോദയുടെ ബാലനൊന്നും അല്ല കേട്ടോ, വെറുതെ ഇങ്ങടെ യശോദയുടെ ബാലനാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കില്ല. സമസ്ത ചരാചരങ്ങളുടെയും അന്തരാത്മാവാണ് നീ. നോക്കൂ, ഭക്തി നമ്മളെ എത്തിക്കേണ്ടത് ഈ തലത്തിലാണ്, ജ്ഞാനത്തിലെത്തിക്കണം. ജ്ഞാനാദേവതു കൈവല്യം. ഈ ജ്ഞാനമാണ് നമ്മളെ മുക്തിയിലേക്ക് എത്തിക്കുന്നത്. മുക്തിയാണ് നമ്മുടെ ജീവൻ്റെ പരമമായ ലക്ഷ്യം. ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമുക്ക് വേണ്ടത് അറിവ്. ഞാൻ ആരാണ്? ഈ പ്രപഞ്ചം എന്താണ്? സർവീശ്വരൻ ആരാണ്? ഈ അറിവാണ് നമുക്ക് വേണ്ടത്. ഈ അറിവ് നമുക്ക് കിട്ടുന്നത് അറിവിൻ്റെ വറ്റാത്ത ഉറവിടങ്ങളായ ഉപനിഷത്തുക്കളിൽ നിന്നാണ്. പക്ഷേ ഈ ഉപനിഷത്തുക്കളുടെ ഭാഷ വളരെ സങ്കീർണം. വിഷയം ബ്രഹ്മസത്യം ജഗതി മിഥ്യാ ജീവോ ബ്രഹ്മവനാപര, ഇതാണ് വിഷയം. ഉപനിഷത്തുക്കൾ പെരുമ്പറ കൊട്ടി വെളിപ്പെടുത്തിയിട്ടുള്ള ഇതാണ്. ഈശ്വരൻ മാത്രം സത്യം, ബ്രഹ്മം മാത്രം സത്യം. ഈ കാണുന്ന പ്രപഞ്ചം സത്യമല്ല, ജീവൻ ഈശ്വരൻ തന്നെ. തീർന്നു, വേദാന്ത സാരം തീർന്നു. പക്ഷെ ഇങ്ങനെ പറഞ്ഞാൽ ആർക്ക് വെളിപ്പെട്ട് കിട്ടും? അപ്പം നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഈ അറിവിൻ്റെ സത്തയെ പകർന്നു തരാനായിട്ട് ക്രാന്തദർശികളായിട്ടുള്ള നമ്മുടെ ഋഷീശ്വരന്മാർ ഉപനിഷത്ത് പ്രതിപാദിതമായ സത്യത്തെ തന്നെ പുരാണങ്ങളും ഇതിഹാസങ്ങളുമായിട്ട് വിസ്തരിച്ചെഴുതി നമുക്ക് വേണ്ടിയാണ്.
അവർക്കിങ്ങനെ സമാധിസ്ഥരായിട്ട് ഇരുന്നാൽ മതി. എന്തുകൊണ്ടെന്നാൽ അവർ ആത്മാവിന് അഭിമുഖമായിട്ട് മനസ്സിനെ നിർത്തി ഈ ആത്മാവിനെ കണ്ടറിഞ്ഞ് സത്യസാക്ഷാത്കാരം നേടിയവരാണ്, സത്യദർശനം, ഈശ്വര ദർശനം നേടിയവരാണ് ഭാരതീയ ഋഷിമാർ. കാരുണ്യം നിറഞ്ഞ് അവരെ ഇടയ്ക്ക് മഹാശയന്മാരാം മുനിമാരനുവേലം ബ്രഹ്മനിശ്ചല ധ്യാനം നിർത്തി വിശ്രമിക്കുമ്പോൾ നന്മയിൽ കവിതയാം ദേവിയുമായി ചെയ്ത നർമ്മസല്ലാപങ്ങൾ. അതാണ് പുരാണങ്ങളും ഇതിഹാസങ്ങളും. നമ്മളെപ്പോലുള്ളവർക്ക് വേണ്ടി എഴുതി വച്ചിരിക്കുന്നതാണ്. 18 പുരാണങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ഉത്കൃഷ്ടമായ പുരാണമാണ് ശ്രീമദ് ഭാഗവത പുരാണം. ആ ഭാഗവത പുരാണത്തിൻ്റെ സംക്ഷിപ്ത രൂപമാണ് ശ്രീമന്നാരായണീയം. ഭാഗവതം പ്രത്യക്ഷ കൃഷ്ണനാണെങ്കിൽ നാരായണീയവും പ്രത്യക്ഷ കൃഷ്ണൻ തന്നെ. കഥാസരിൽ സാഗരമാണ്. ആ കഥകളുടെ ചുരുക്കം തന്നെയാണ് നാരായണീയത്തിലും. കഥ പറഞ്ഞ് നമ്മളെ രസിപ്പിക്കാൻ വേണ്ടിയല്ല നമ്മുടെ ആചാര്യന്മാർ പുരാണങ്ങളിൽ കഥയൊക്കെ പറഞ്ഞിരിക്കുന്നത്. നമ്മളെ തത്വബോധം ഉള്ളവരാക്കി തീർക്കാനാണ്. കഥ മാത്രം അങ്ങനെ വായിച്ചു പോകുമ്പോൾ കെട്ടുകഥയായിട്ട് തോന്നും. നമ്മൾ നമ്മുടെ അടുത്തുള്ള വീട്ടിലേക്ക് ആളുകളെ പോലെയാണ് ഇതിലെ കഥാപാത്രങ്ങൾ എന്ന് കരുതി എത്ര വിമർശനങ്ങളും എത്ര തർക്കങ്ങളും എന്തെല്ലാം വിശകലനങ്ങളുമാണല്ലേ പുരാണങ്ങളിലെ ഇതിഹാസങ്ങളിലെ കഥാപാത്രങ്ങളെക്കുറിച്ച്. ഇടയ്ക്ക് എല്ലാവരും കാണുന്നുണ്ടാവും അതൊക്കെ. കഥയിൽ ചോദ്യമില്ല, കഥ കേൾക്കാനുള്ളതാണ്. തർക്കങ്ങളും വാദങ്ങളും ഒക്കെ തത്വപ്രതിപാദനത്തിലാണ് വേണ്ടത്. ദുസ്തർക്കാസു വിരമ്യതാം ശ്രുതിമതസ്തർക്കോനുസന്ധീയതാം. ജഗദ്ഗുരു ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞ ദുസ്തർക്കങ്ങളിലൊന്നും ഏർപ്പെടരുത്. വെറുതെ എനർജിയും സമയവും കളയരുത്. ഓരോ കഥയും അമൂല്യമായിട്ടുള്ള ഓരോ രത്നമാണെന്നറിയുക. ഒരു രത്നമുള്ള ഒരു ചെപ്പാണെന്നറിയുക. അതിലടങ്ങിയിരിക്കുന്ന തത്വം അമൂല്യമായിട്ടുള്ള ഒരു രത്നമാണെന്നും അറിയുക. കഥകളൊക്കെ കേൾക്കുമ്പോൾ ആ കഥയ്ക്കുള്ളിലെ കഥ അറിയാൻ ശ്രമിക്കണം. നമുക്ക് വേണമെങ്കിൽ 1-2 കാര്യങ്ങൾ മാത്രം ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കാം. ഇപ്പം ദ്വിതീയ സ്കന്ധം മുതൽ ഭാഗവതത്തിൻ്റെ ചുരുക്കമാണല്ലോ നാരായണീയം. ആ വിരാട് രൂപ വർണ്ണന കാണാം നമുക്ക്. 5-ാമത്തെ 6-ാമത്തെയൊക്കെ ദശകത്തിൽ വേദമാണ് അതിൻ്റെ അവലംബം. പുരുഷ സൂക്തമാണ് അതിൻ്റെ അവലംബം. ഭഗവാന്റെ ശരീരം തന്നെ, സ്ഥൂല ശരീരമാണ് ഈ പ്രപഞ്ചം എന്നാണ് സങ്കല്പിച്ചിരിക്കുന്നത്. എല്ലാം ഭഗവാന്റെ ശരീരത്തിലെ അവയവങ്ങളാണ് സമസ്തവും എന്നാണ് ഭാവന ചെയ്തിരിക്കുന്നത്. എത്ര ഉദാത്തമായിട്ടുള്ളൊരു ഭാവനയാണത്. ആലോചിച്ച് നോക്കൂ. ശരീരത്തിലൊരു അവയവത്തിന് മറ്റൊരു അവയവത്തോട് ഒരിക്കലും വെറുപ്പുണ്ടാവാൻ പറ്റില്ലല്ലോ. അപ്പോൾ സമസ്ത ലോകവും സർവീശ്വരൻ്റെ സ്ഥൂല ശരീരമാണെങ്കിൽ വസുധൈവ കുടുംബകം എന്ന ഏറ്റവും ഉദാത്തമായിട്ടുള്ള ആശയം നമ്മൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ആ വർണ്ണന. ബ്രഹ്മാവിൻ്റെ തപസ്. ബ്രഹ്മാവ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് 4 മുഖമുള്ള ബ്രഹ്മാവ്, താമരപ്പൂവിലിരിക്കുന്ന ബ്രഹ്മാവ്, ഭഗവാന്റെ നാഭിയിൽ നിന്നൊരു താമര, ഇതൊക്കെ നമുക്ക് ഓർമ്മ വരും. അതാണ് കഥ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈശ്വരൻ ഒന്നേ ഒന്ന്. ആ പരമാത്മാവ് തന്നെ സൃഷ്ടിക്കുമ്പോൾ ബ്രഹ്മാവ്, പരിപാലിക്കുമ്പോൾ വിഷ്ണു, സംഹരിക്കുമ്പോൾ ശിവൻ. നമ്മൾക്ക് ആ തത്വങ്ങളെക്കുറിച്ചുള്ള ബോധം ഉണ്ടാവാൻ വേണ്ടിയിട്ട് പറയും ചതുർമുഖനായിട്ടുള്ള ബ്രഹ്മാവ് സൃഷ്ടികർത്താവ്. കഥയിൽ പറയും ബ്രഹ്മാവ് തന്നെ ചോദിക്കുന്നു, ഞാൻ ആരാണ്? ഈ താമര എവിടെ നിന്നാണ് ഉണ്ടായത്? അതിൻ്റെ ഉറവിടം അന്വേഷിച്ച് 10,000 ദിവ്യ സംവത്സരക്കാലം ആഴ്ന്നിറങ്ങി പോവുകയാണ്. കണ്ടെത്താൻ പറ്റുന്നില്ല. അവസാനം തപസ് ചെയ്ത് വൈകുണ്ഠ ദർശനം കിട്ടും, ഭഗവാന്റെ ദർശനം കിട്ടും, സൃഷ്ടികർമ്മം ചെയ്യാനുള്ള കെൽപ്പ് കൊടുക്കും, സൃഷ്ടിയോടൊന്നും ഒരു ഒട്ടലും ഇല്ലാതിരിക്കാനുള്ള കഴിവും കൊടുക്കും. ബ്രഹ്മാവ് എന്ന് പറയുന്നത് സമഷ്ടി മനസ്സാണ്. സമഷ്ടി മനസ്സാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ വ്യഷ്ടി മനസ്സാണ് നമ്മുടേത്. നമ്മുടെ ലോകം നമ്മൾ തന്നെ സൃഷ്ടിക്കുകയാണ്. രാവിലെ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ നമ്മളുടെ മുന്നിലുണ്ടല്ലോ ജാഗ്രത അവസ്ഥയിൽ നമ്മുടെ കണ്ണും മൂക്കും നക്കും തൊക്കും ചെവിയും മനസ്സും കൊണ്ട് നമ്മൾ സൃഷ്ടിച്ച് വയ്ക്കും. നോക്കൂ, ഈ പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും കൂടി കാട്ടിക്കൂട്ടുന്ന 4 നാളത്തേക്കുള്ള കോലമാണ് ഈ പ്രപഞ്ചം. തിരിച്ചറിയണം. അതിനാണ് ഈ കഥകൾ.
മനസ്സ് മാത്രം ഒരു സ്വപ്ന ലോകം സൃഷ്ടിക്കും. മനസ്സും ഇന്ദ്രിയങ്ങളും ബുദ്ധിയെല്ലാം ലയിക്കുമ്പോൾ സുഷുപ്തി, ഉറക്കം. ഇതിനെയൊക്കെ നോക്കി നിൽക്കുന്ന സാക്ഷിയായിട്ടുള്ള ചൈതന്യം, അതാണ് സച്ചിദാനന്ദ മൂർത്തിയായിട്ടുള്ള ഭഗവാൻ. ബ്രഹ്മാവിൻ്റെ കഥയിൽ കൂടി ബ്രഹ്മാവിൻ്റെ അതേ ചോദ്യം നമുക്ക് ഉണ്ടാവണം. ആത്മവിചാരം ചെയ്യണം. ആരാണ് ഞാൻ? എന്താണ് എൻ്റെ അധിഷ്ഠാനം? എന്താണ് ഈ കാണുന്ന ലോകം? എന്താണ് ജീവൻ? ആത്മവിചാരം ചെയ്യണം. സൃഷ്ടിയുടെ മകുടമാണ് മനുഷ്യൻ. വേറെ ഒന്നിനും ഇങ്ങനെയുള്ള വിവേക ബുദ്ധി ഇല്ല. ആ നിത്യവസ്തു എന്താ, അനിത്യവസ്തു എന്താ എന്ന് കണ്ടുപിടിക്കാനുള്ള കേൾപ്പ് നമുക്കേ ഉള്ളൂ. അത് കഴിഞ്ഞ് ജയവിജയന്മാരുടെ കഥ എടുക്കൂ. അവർ വിഷ്ണുവിൻ്റെ കാവൽക്കാരാണ്. അവിടെ സനകാദികൾ വരുന്നു, ജയവിജയന്മാർ തടയുന്നു, സനകാദികൾക്ക് കോപം വരുന്നു, സനകാദികൾ ശപിക്കുന്നു. 3 ജന്മം അസുരന്മാരായി പോവട്ടെ. ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു, രാവണൻ, കുംഭകർണൻ, ശിശുപാലൻ, ദന്തവക്ത്രൻ. ആലോചിച്ച് നോക്കൂ. നമ്മൾ നിസ്സാര ബുദ്ധിക്ക് നമുക്കൊന്നും മനസ്സിലാവില്ല. ഇവർ വിഷ്ണുവിൻ്റെ കാവൽക്കാരല്ലേ, ഇവരെ എന്തിനാണ് ശപിക്കുന്നത്? സനകാദികൾ എന്ന് പറഞ്ഞാൽ ബ്രഹ്മമല്ലേ. അവർക്ക് എങ്ങനെയാണ് കാമവും ക്രോധവും ഒക്കെ ഉണ്ടാവുന്നത്? ഇവിടെ നമുക്ക് ഉറപ്പിക്കേണ്ട ഒരു പാഠമുണ്ട്. ഓർമ്മിക്കുക, നമ്മുടെ ഈ നിസ്സാര ബുദ്ധിക്ക് വഴക്കുന്നതല്ല ഈ പ്രപഞ്ചത്തിലെ രഹസ്യങ്ങൾ, പ്രകൃതിയുടെ നിയമങ്ങൾ. വ്യവഹാരത്തിലൊക്കെ നമുക്ക് എല്ലാത്തിനും കാര്യവും കാരണവും ഒക്കെ കണ്ടുപിടിക്കാം. രാമൻ കാട്ടിൽ പോകാൻ കാരണം മന്ധരയാണ്, കൈകേയിയാണ്, ദശരഥനാണ്. ആണോ? വ്യവഹാരത്തിലാണല്ലേ. പക്ഷേ പരമാർത്ഥത്തിൻ്റെ തരത്തിൽ മുന്നമേ വിധാതാവ് കൽപ്പിച്ചിരിക്കുന്നു നൂനം. അതുപോലെ മേൽപ്പത്തൂർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, ഒന്നല്ല പലവട്ടം. സർവം ഭവത് പ്രേരണയൈവ ഭൂമൻ. അവിടുത്തെ പ്രേരണ, അവിടുത്തെ ഇച്ഛ. ഓർമ്മിക്കുക, ഇവിടെ നടക്കുന്നത് മുഴുവനും ഈശ്വരേച്ഛയാണ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഈശ്വരേച്ഛ മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. പക്ഷെ നമുക്ക് സംശയമുണ്ട്. ഇടയ്ക്ക് നമുക്ക് തോന്നും, എൻ്റെ ബുദ്ധിശക്തിയും എൻ്റെ സ്വാധീനവും എൻ്റെ കൃത്യസമയത്തുള്ള ആ ഇടപെടലും കൊണ്ടാണ് ഈ കാര്യം നേരെയായത്. ആയിരിക്കാം വ്യവഹാരത്തിൽ. പക്ഷെ അവിടെ നടന്നത് നമ്മുടെ ഇച്ഛയാണ് നമ്മൾ കരുതും. അവിടെയും നടക്കുന്നത് ഈശ്വരേച്ഛ തന്നെ. കാരണം ഈശ്വരേച്ഛയും നമ്മുടെ ഇച്ഛയും അവിടെ ഒന്നായിത്തീരുകയാണ്. ഇതുപോലെ നമേ ഭക്ത പ്രണശ്യതി. ഭക്തൻ ഒരിക്കലും നശിക്കില്ല. പറഞ്ഞു തരികയാണ്. ഉള്ളിൽ ഭക്തി ഉണ്ടായാൽ മതി. ഒന്നിനോടും ഭേദബുദ്ധി കാണിക്കാതെ സർവത്തിനോടും മൈത്രിയും കരുണയും കാണിച്ചുകൊണ്ട് മമത്വവും അഹങ്കാരവും വിട്ട് നിന്ദയും സ്തുതിയും ജയവും പരാജയവും മാനവും അപമാനവും ലാഭനഷ്ടങ്ങളും എല്ലാം തുല്യനിലയിൽ കണക്കാക്കുന്ന ഒരുവന് ഭക്തി ഉണ്ടാവും. ആ ഭക്തിയാണ് നമ്മളെ മുക്തിയിലേക്ക് നയിക്കുന്നത്. അതാണ് ജ്ഞാനാദേവതു കൈവല്യം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഭക്തി ഉണ്ടാവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. കാരണം ഭക്തി ലക്ഷ്യമല്ല, ഭക്തി മുക്തിയിലേക്കുള്ള മാർഗമാണ്. ഭക്തി ഉണ്ടാവാനുള്ള ഉപായങ്ങളാണ് നാമജപം, നാരായണീയ പാരായണം, മറ്റ് പുരാണ പാരായണം, വ്രതാനുഷ്ഠാനങ്ങൾ, തീർത്ഥാടനങ്ങൾ. ഇതെല്ലാം ഭക്തി ഉണ്ടാവാനാണ്. ഏറ്റവും സുഗമവും സഫലവുമായിട്ടുള്ളത് നാമജപം. എഴുത്തച്ഛൻ പാടിയിട്ടില്ലേ, പലതും പറഞ്ഞൊക്കെ പകൽ കളയുന്ന നാവ് തവ തിരുനാമകീർത്തനമിതതിനായി വരേണമിഹ കലിയായ കാലമിതിൽ ഇതുകൊണ്ട് മോക്ഷഗതി എഴുതെന്നു കേൾപ്പോ ഹരിനാരായണായ നമ. ഇതിനൊന്നും വേണ്ട. ഊരിന് വേണ്ട ജലഭാരങ്ങൾ വേണ്ടതിന്, നീരിന് വേണ്ട നിജധാരങ്ങൾ വേണ്ടതിന് ഒന്നും വേണ്ട. നാരായണ അച്യുത ഹരേ എന്നുരപ്പതിന് നാവൊന്നേ വേണ്ടു ഹരിനാരായണായ നമ. പൂന്താനം പാടിയിട്ടില്ലേ, ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം. തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം, നമ്മുടെ നരജന്മം സഫലമായി തീരുക. കുലശേഖര ആൾവാർ പാടിയിരിക്കുന്നത് ശത്രുച്ഛേദൈക മന്ത്രം. ഒരൊറ്റ മന്ത്രം മതി, നാരായണ മാത്രം. സകലം ഉപനിഷത്വാക്യ സംപൂജ്യമന്ത്രം സംസാരോത്താരമന്ത്രം സമുപചിത തമസ്സംഘ നിർയാണമന്ത്രം സർവൈശ്വര്യൈകമന്ത്രം വ്യസന ഭുജഗ സന്തഷ്ട സന്ത്രാണമന്ത്രം ജിഹ്വേ ശ്രീകൃഷ്ണമന്ത്രം ജപ ജപ സതതം ജന്മസാഫല്യമന്ത്രം. നാരായണ നാരായണ എന്ന് നിർലജ്ജം ഉരുവിട്ടാൽ മതി. സകല വ്യസനങ്ങളും കെടും, അജ്ഞാനം കെടും, ഐശ്വര്യം വരും,
ഉപനിഷത്ത് സർവസ്വമായിട്ടുള്ള ഭഗവാനെ നമുക്ക് അറിയാൻ കഴിയും. നാമം ജപിക്കുക എന്നുവരെ, നാമിയിലെത്തുന്നത് വരെ, സർവ്വതും നാരായണനാണ് എന്ന് തെളിഞ്ഞ് കിട്ടുന്നത് വരെ നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. അതിന് നമ്മൾക്ക് മേൽപ്പത്തൂരിനെ പോലെ നമുക്കും പ്രാർത്ഥിക്കാം. യോഗീന്ദ്രാണാത്വതിങ്കേഷധികസ്മുതിരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതിരിസലയം നാഥാത്തേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യസിന്ധോ ഹൃത്വാ നിശേഷതാപാൻ പ്രതിശതു പരമാനന്ദസന്തോഹലക്ഷ്മീം. ഭഗവാനെ ഗുരുവായൂരപ്പ, യോഗികൾക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ളത് നിൻ്റെ പാതാരവിന്ദങ്ങളാണ്. മുക്തി ലഭിച്ചിട്ടുള്ളവർ ചെന്ന് ലയിക്കുന്നത് നിൻ്റെ പാതാരവിന്ദങ്ങളിലാണ്. ഭക്തൻ്റെ സർവകാമങ്ങളും സാധിപ്പിച്ചു കൊടുക്കുന്നത് ആ പാതാരവിന്ദങ്ങളിലുള്ള ശരണാഗതിയാണ്. എനിക്കും ആ പാതാരവിന്ദങ്ങളിൽ ഭക്തി തരണം. പ്രഹ്ലാദൻ അങ്ങനെയല്ലേ പ്രാർത്ഥിച്ചത്? ത്വൽപാദപങ്കേരുഹം മമ കേവലം എപ്പോഴും ഉൾപ്പൂവിൽ വാഴ്ഗധരാപതേ. അഹല്യ അങ്ങനെയല്ലേ ശ്രീരാമനോട് പ്രാർത്ഥിച്ചത്? എത്ര കുത്രാഭിവസിച്ചിടലും എല്ലാ നാളും പൊൽത്തളിരടികളിൽ ഇളക്കം വരാതൊരു ഭക്തി ഉണ്ടാക വേണം എന്നൊഴിഞ്ഞപരം ഞാൻ അർത്ഥിച്ചിടുന്നേനില്ല. നമസ്തേ നമോ നമ. ഇതൊക്കെ നമുക്ക് പെട്ടെന്നൊക്കെ അങ്ങോട്ട് കേൾക്കുമ്പോൾ എളുപ്പമാണെന്ന് തോന്നും. അസാധ്യമല്ല, പക്ഷേ സുസാധ്യവുമല്ല. അപ്പം നമ്മളും മേൽപ്പത്തൂരിനെ പോലെ തന്നെ പ്രാർത്ഥിക്കും. ചക്രം തേ കാലരൂപം വ്യഥയതുനതുമാം ത്വൽപദൈകാവലംബം. വിഷ്ണു കാരുണ്യസിന്ധോ പവനപുരപതേ പാഹി സർവാമയൗഖാത്. ഭഗവാനെ, നിൻ്റെ ഈ മായ എന്നെ പേടിപ്പിക്കരുത്, ഈ കാലചക്രം എന്നെ പരിഭ്രമിപ്പിക്കരുത്. എല്ലാ ആമയങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കൂ. ഓർമ്മിക്കുക, അനന്തമായിട്ടുള്ള ഈ കാലപ്രവാഹത്തിൽ നമ്മുടെ ഈ ജീവിതം എത്ര നിരത്തേക്കാണ്. കോടാനുകൂടി ഗ്രഹങ്ങളും ഗോളങ്ങളും നക്ഷത്രങ്ങളും ഉള്ള ഈ ബ്രഹ്മാണ്ടത്തിൽ ഈ ഭൂമിയുടെ സ്ഥാനം എത്ര ചെറുതാണ്. അതിലെവിടെയോ ഇരിക്കുന്ന നമ്മുടെയൊക്കെ സ്ഥാനം എത്ര ചെറുതാണ്. നശ്വരമായ ഈ ശരീരത്തിലിരിക്കുമ്പോൾ തന്നെ അനശ്വരമായിട്ടുള്ള ആ സത്യത്തെ നമ്മൾ സാക്ഷാത്കരിക്കണം. അതാണ് ബുദ്ധിമാൻ്റെ ബുദ്ധി, അതാണ് സമർത്ഥൻ്റെ സാമർഥ്യം. അതിന് നമുക്ക് വേണ്ടത് കരുത്ത്, നിർഭയത, ആത്മവിശ്വാസം. കരുത്തും നിർഭയതയും ആത്മവിശ്വാസവും നമുക്ക് ജഗദീശ്വരൻ പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാ ദുഃഖങ്ങളും താപത്രയം നമ്മളിൽ നിന്ന് ഭഗവാൻ തന്നെ ശമിപ്പിക്കട്ടെ. സമസ്ത ലോകത്തിലും ശാന്തി പുലരട്ടെ. ഋഷി നമുക്ക് പാടിത്തന്ന ശാന്തി മന്ത്രം ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ഇത് സദാ നമ്മുടെ ഉള്ളിൽ അനുരണനം ചെയ്യട്ടെ. ഈ പ്രാർത്ഥനയോടുകൂടി ശ്രീമൻ നാരായണീയം വെറുമൊരു പുസ്തകമല്ല, വേദാന്തസാരം. ശ്രീ ഗുരുവായൂരപ്പൻ വെറുമൊരു വിഗ്രഹമല്ല, ബ്രഹ്മതത്വം. ഈ ഒരു തിരിച്ചറിവിലേക്ക് ഉണരാൻ ഈ നാരായണീയ പാരായണവും പഠനവും നമ്മളെല്ലാവരെയും പ്രാപ്തരാക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി, ശ്രദ്ധയോടുകൂടി ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ഈശ്വര സ്വരൂപികളായിട്ട് തന്നെ നമസ്കരിച്ചുകൊണ്ട്, ഇതിൻ്റെ സംഘാടകരായിട്ട് പ്രവർത്തിക്കുന്ന സാക്ഷാൽ ഗുരുവായൂരപ്പന്മാർ തന്നെ, അവരെയൊക്കെ ഗുരുവായൂരപ്പനായിട്ട് തന്നെ കണ്ടുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് ഈ വാക്കുകളെ സർവീശ്വരൻ്റെ പാദങ്ങളിൽ